യെസ് മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ ചെറിയൊരു ചാപ്റ്റർ ആയിട്ടുള്ള 3D ആണ്, 3 ഡയമെൻഷണൽ ജോമെട്രി. നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ എല്ലാം സ്ലൈഡ്സും നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? CM അക്കാഡമി മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നും നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആപ്പിൾ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ORG കോഡായിരിക്കും നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കുക. അവിടെ HGNTIB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ നോട്ട്സ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. മക്കളെ, ഈ 3D എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിക്കാനുള്ളത്? 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ എന്താ പഠിക്കാനുള്ളത്? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കോർഡിനേറ്റ് ജോമെട്രി, അല്ലെങ്കിൽ എന്തായിരുന്നു, സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് പരിപാടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് മാത്രം ഉണ്ടായിരുന്നത്? ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരുന്നു, അതേപോലെ ഒരു വൈ ആക്സിസും ഉണ്ടായിരുന്നു. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലെയിനിൽ, അതായത് ഈ ബോർഡിൽ ഒരു പോയിന്റ് മാത്രമേ അടയാളപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതല്ല, ഈ ബോർഡിൻ്റെ പുറത്തേക്ക് ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് എങ്ങനെ അടയാളപ്പെടുത്തുക? ഈ പോയിന്റ് അടയാളപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രം മതിയോ? പോരാ, ഒരാളും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. ഇങ്ങോട്ടും കൂടെ ഉള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാനുള്ള സെറ്റപ്പ് വേണം. അതിനെയാണ് നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന 2 ആക്സിസിന് പകരം 3Dയിലേക്ക് വരുമ്പോൾ എത്ര ആക്സിസ് ഉണ്ടാവും? 3 ആക്സിസ് ഉണ്ടാവും. ആരൊക്കെയാ? ഇങ്ങോട്ട് നോക്കിയേ, ഇയാളാണ് നമ്മളുടെ എക്സ് ആക്സിസ്. ആരാണടാ? ഇയാളാണ് നമ്മളുടെ എക്സ് ആക്സിസ്. പിന്നെ ഇയാളാണ് നമ്മളുടെ വൈ ആക്സിസ്, ഇയാൾ സെഡ് ആക്സിസ്. ഇനി നിങ്ങൾക്ക് 3Dയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ പാൻ എങ്ങനെ നിൽക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ് എന്ന് മനസ്സിലാക്കുക. നേരെ ഈ പോകുന്ന ലൈനാണ് വൈ ആക്സിസ്, മുകളിലേക്ക് പോകുന്നതാണ് സെഡ് ആക്സിസ്. ക്ലിയർ ആണല്ലോ? ഇങ്ങോട്ട് നോക്കിയേ, ഇത് സെഡ്, ഇയാൾ ആരാ? എക്സ്, ഇയാൾ വൈ. നേരെ അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് താഴോട്ടും ഒക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. ആക്സിസുകൾ 3 മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സോ എക്സ് ആക്സിസ് ഉണ്ട്, അതേപോലെ വൈ ആക്സിസ് ഉണ്ട്, അതുപോലെ സെഡ് ആക്സിസ് ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇതിലൊരു ചുവന്ന ഷീറ്റ് കണ്ട നിങ്ങൾ? ചുവന്ന ഷീറ്റ്, ഇങ്ങനെ ഒരു ഷീറ്റ് ഇല്ലേ? ചുവന്ന ഷീറ്റില്ലേ? ഈ ചുവന്ന ഷീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതൊരു പ്ലെയിൻ ആയിട്ടല്ലേ കിടക്കുന്നത്, ഒരു 2 ഡയമെൻഷണൽ സെറ്റപ്പിലാണല്ലോ കിടക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ഒരു ഷീറ്റ് വരക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആക്സിസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെ ആക്സിസിലൂടെയാണ് അത് പോകുന്നത്? വൈ ആക്സിസ് ഉണ്ടല്ലോ, വൈ ആക്സിസിലൂടെയാണല്ലോ പോകുന്നത്. അതേപോലെ ആരുണ്ട്? സെഡ് ആക്സിസ് ഉണ്ട്. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആരെ വിളിക്കുന്ന പേരടാ? യെസ്, ആരെ വിളിക്കുന്ന പേര്? ഈ ചുവന്ന ഷീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ സെഡ് പ്ലെയിൻ. എന്ത് പ്ലെയിനാണ്? വൈ സെഡ് പ്ലെയിൻ. കാരണം വൈ ആക്സിസും ഉണ്ട്, സെഡ് ആക്സിസും ഉണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ നീല ഷീറ്റ് കണ്ടങ്ങൾ? നീല ഷീറ്റ്, ആ നീല ഷീറ്റ് ഏതിലേക്ക് കൂടെ പോകുന്നത്? എക്സ് ആക്സിസ് ഉണ്ട്, അതേപോലെ സെഡ് ആക്സിസ് ഉണ്ട്. അപ്പോൾ അയാളെ വിളിക്കുന്ന പേരെന്താടാ? എക്സ് സെഡ് പ്ലെയിൻ. എന്ത് പേര് വിളിക്കും? എക്സ് സെഡ് പ്ലെയിൻ. ഇനി ഇവിടെ നോക്കിയാൽ ഒരു പച്ച ഷീറ്റ് കിടക്കുന്നുണ്ട്. ആ പച്ച ഷീറ്റിൽ ആരൊക്കെയുണ്ട്? എക്സ് ആക്സിസും ഉണ്ട്, അതുപോലെ വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് വൈ പ്ലെയിൻ. എന്താ പേര് വിളിക്കുക? എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ആക്സിസ് പറഞ്ഞു എത്രണ്ണാണ്? 3 ഏതൊക്കെയാ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. പ്ലെയിൻസ് പറഞ്ഞു എത്ര? 3 ഏതൊക്കെയാ? എക്സ് സെഡ് പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ, അതുപോലെ എക്സ് വൈ പ്ലെയിൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയാടാ മക്കളെ, അങ്ങോട്ട് നോക്കിയേ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയാടാ, നമുക്കേ ഇങ്ങനെ ഒരു റൂം ഇവിടെ ഉണ്ടാക്കിക്കൂടെ? ഓക്കെ, ഇങ്ങനെ ഒരു റൂം നമുക്കിവിടെ സെറ്റപ്പ് ചെയ്തൂടെ? ഇല്ലേ? ഇതൊരു റൂമായിട്ട് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്തൂടെ? ഇങ്ങനെ ഒരു ബോക്സ്, ഇതിൻ്റെ ഉള്ളിലൊരു ബോക്സ്, അങ്ങനത്തെ അതേപോലെ ഒരു ബോക്സ് ഇവിടെ പുറത്ത് കിടക്കുന്നില്ലേ? അതേപോലെ പുറത്തൊരു ബോക്സ് ഇല്ലേ? ഇവിടെ പിന്നെ ഇവിടെ ഒരു ബോക്സ് ഇല്ലേ? അപ്പോൾ എത്ര ബോക്സായി? 4 ബോക്സായി. അതേപോലെ താഴെ ഉണ്ടല്ലോ 4 ബോക്സ് ഉണ്ടാവുമല്ലോ, ഇവിടെ ഒന്ന്, അതിൻ്റെ ബാക്കിലൊന്ന്, ഇവിടെ ഒന്ന്. ഈ ബോക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടൻറ്റ്. എന്താണ് പേര് വിളിക്കുക? ഒക്ടൻറ്റ് എന്ന് പേര് വിളിക്കും. അപ്പോൾ എത്ര ഒക്ടൻറ്റുകൾ ഉണ്ട്? 8 ഒക്ടൻറ്റുകൾ ഉണ്ട്. ക്ലിയർ ആണല്ലോ? 8 ഒക്ടൻറ്റുകൾ ഉണ്ട്. ഈ ഒക്ടൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഒക്ടൻറ്റ്. ഇയാളുടെ തൊട്ട് ബാക്കിലുള്ള ആളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സെക്കൻഡ് ഒക്ടൻറ്റ് എന്ന് പേര് വിളിക്കും. ഇതിൻ്റെ പുറത്തുള്ള ആളെയോ? തേർഡ്. ഇത് 4th, ഇത് 5th. ഈ ഭാഗത്തുള്ള ആളെ 6th ഒക്ടൻറ്റ്. നമുക്ക് കാണാത്ത ആ മൂലക്കിലുള്ള ആളെയാണ് നമ്മൾ 7th ഒക്ടൻറ്റ് എന്ന് വിളിക്കുക. ഇയാളെ നമ്മൾ ഏത് ഒക്ടൻറ്റ് എന്ന് പേര് വിളിക്കും? 8th ഒക്ടൻറ്റ് എന്ന് പേര് വിളിക്കും. അപ്പോൾ എത്ര ആളുള്ളത്? 8 ഒക്ടൻറ്റുകളാണുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ ഒക്ടൻറ്റിൻ്റെ പേരെല്ലാം കൂടെ പഠിപ്പിച്ചത്? അതെന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഈ ടേബിളിൽ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് 2 - 2 - 2 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ പോയിന്റ് ഏത് ഒക്ടൻറ്റിലാണ് കിടക്കുന്നത്? അതായത് ഈ കാണുന്ന 8 മുറികളിൽ ഏത് മുറിയിലാണ് മൂപ്പരുള്ളത് എന്ന് ചോദിക്കും.
ഓരോ റൂമിനും ഓരോ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലിരുന്നിട്ട് ഈ 4 പെട്ടിയും കൂടെ ഇരുന്ന് ആലോചിക്കണം നിർബന്ധമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ടേബിൾ അങ്ങോട്ട് കാണാൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് കാണാതെ പഠിക്കുക? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം തൽക്കാലം ഇയാളെ കാര്യം മറക്കുക. ഇയാൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പിന്നീട് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ആദ്യം നിങ്ങൾ 8 ഒക്ടൻറ്റിൻ്റെയും ഈ 8 ഒക്ടൻറ്റുകൾ എഴുതി കൊടുക്കുക. അതുപോലെ എക്സിൻ്റെ സൈന്, അതുപോലെ വൈൻ്റെ സൈന്, അതുപോലെ സെഡ് കോർഡിനേറ്റിൻ്റെ സൈന്. ഇതാണ് പരിപാടി. ആദ്യം തന്നെ ഇവിടെ നോക്കിയേ, ആദ്യം ഒരു പ്ലസ് ഇട്ട് കൊടുത്തു. പിന്നെയോ 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് പ്ലസ്, ഒരു ഓർഡറിലല്ലേ പോണത്. അടുത്തതോ 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ്, ഇത്രയുള്ള പരിപാടി. ഇനിയോ 4 പ്ലസ് 4 മൈനസ്. എന്തുകൊണ്ടാണ് 4 പ്ലസും 4 മൈനസും ആയത്? നീ ഇവിടെ നോക്കിയടാ, സെഡ് ആക്സിസ് പോസിറ്റീവ് ആവുന്നത് മുകളിലേക്ക് ആവുമ്പോഴാണല്ലോ അല്ലേ? നമ്മൾ 4 ഒക്ടൻറ്റുകളും എവിടെ കിടക്കുന്നത്? മുകളിലാണ് കിടക്കുന്നത്. ബാക്കി 4 ഒക്ടൻറ്റുകളും ഇവിടെ കിടക്കുന്നത് താഴെയാണ് കിടക്കുന്നത്. അതായത് സെഡ് താഴെയാണ് വരുന്നത്. സെഡ് ഡാഷ്, സെഡ് താഴെ വരുന്ന സമയത്ത് സെഡ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ബാക്കിയുള്ള 5 മുതൽ അങ്ങോട്ടുള്ള ഒക്ടൻറ്റുകൾ ആരുടെ വാല്യൂ നെഗറ്റീവ് ആയത്? സെഡിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയത്. ഇനി ഇവിടെ നോക്കിയേ, സെക്കൻഡ് ഒക്ടൻറ്റിൽ ആരുടെ വാല്യൂ നെഗറ്റീവ്? എക്സിൻ്റെ വാല്യൂ അല്ലേ നെഗറ്റീവ്. വൈ ഇങ്ങോട്ടാണ് വരുന്നത്, വൈ പോസിറ്റീവ് ആണ്. സെഡ് മുകളിലേക്കാണ് പോകുന്നത്, സെഡും പോസിറ്റീവ് ആണ്. എക്സ് ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് എക്സ് നെഗറ്റീവ് ആണ്. അങ്ങനെ തന്നെയല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്, എക്സ് നെഗറ്റീവ്, ബാക്കിയുള്ള രണ്ടുപേരും പോസിറ്റീവ്. സിമ്പിൾ അല്ലേ പരിപാടി? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം ഉണ്ടായിരിക്കണം, ആ ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ പരിപാടി ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കില്ല. എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? എക്സിൻ്റെ മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് 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 പ്ലസ്, ഇത്രയുള്ള പരിപാടി. ഇനി ആരുത്? വൈൻ്റെ ആണെങ്കിലോ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, പരിപാടി കഴിഞ്ഞു. മറ്റേതോ 4 പ്ലസ് 4 മൈനസ്, ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നെയിം ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓരോ ഒക്ടൻറ്റിനും ഓരോ പേരുണ്ട്. പേരെല്ലാത്തിനും സെയിം ആണ്, എക്സ് ഒ വൈ സെഡ്. അതാണ് പഠിച്ചു വെക്കുക. ഇനി ഈ സൈന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സൈൻ അറിയുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നെഗറ്റീവ് വരുന്നുണ്ടോ, ഇവിടെ എക്സ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ എക്സിന് ഡാഷ് ഇട്ട് കൊടുക്കുക. നമ്മൾ അപ്പോസ്ട്രോഫിയില്ലേ, അത് സാധനം തന്നെ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ആര് നെഗറ്റീവാണ്? വൈ നെഗറ്റീവാണ്, അപ്പോൾ വൈന് ഇട്ട് കൊടുക്കണം. ഇവിടെ ആരൊക്കെ നെഗറ്റീവാണ്? എക്സ് നെഗറ്റീവാണ്, വൈ നെഗറ്റീവാണ്, അപ്പോൾ 2 പേർക്കും കോമൺ ഇട്ട് കൊടുക്കണം, അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കണം. പരിപാടി തീർന്നല്ലോ. ഇത്രയേ ഉള്ളൂ ഇയാളുടെ ഓരോ ഒക്ടൻറ്റുകളുടെയും പേരും ഒക്ടൻറ്റിൻ്റെ സൈനും. മക്കളെ വീണ്ടും 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 പറയാണ്, എന്തായാലും ഇത് പരീക്ഷയ്ക്ക് വരും, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ വാല്യൂം സെഡ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എവിടെയുള്ളതിൻ്റെ? എക്സ് ആക്സിസിലുള്ള ആളുടെ. അപ്പോൾ എക്സ് ആക്സിലുള്ള നിങ്ങളോട് ഒരു പോയിന്റ് തന്നു 5 0 0. ഇയാൾ എവിടെയുള്ള ആളാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇയാൾ എക്സ് ആക്സിസിലുള്ള ആളാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി വൈ ആക്സിസിലുള്ള ആളാണെങ്കിൽ എക്സും 0 ആയിരിക്കും, സെഡും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെഡിലുള്ള ആളോ എക്സും വൈയും 0 ആയിരിക്കും, സെഡിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എക്സിനും വൈക്കും വാല്യൂ ഉണ്ടാവും, ആർക്കും വാല്യൂ ഉണ്ടാവില്ല, സെഡ് 0 ആയിരിക്കും. ആര് 0 ആയിരിക്കും? സെഡ് 0 ആയിരിക്കും. ഇവിടെ എക്സ് സെഡ് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്, ഇതിലില്ലാത്തത് ആരാണ്? വൈ ആണ്, അപ്പോൾ വൈ 0 ആയിരിക്കും. എക്സ് വൈ സെഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിലില്ലാത്ത ആൾ എക്സ് ആണ്, അപ്പോൾ ആര് 0 ആയിരിക്കും? എക്സ് 0 ആയിരിക്കും. പരിപാടി ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ പരിപാടി? അപ്പോൾ ഇവിടെ പറഞ്ഞത് ഏതാണോ അതല്ലാത്തവരെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആ കൂടെ പഠിക്കാനുള്ള ഒരേ ഒരു ഇക്വേഷൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 3Dയിൽ. സിമ്പിളാണ്. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ. വീഡിയോ പോസ് ചെയ്ത് ഒരു 3 പ്രാവശ്യം ഇക്വേഷൻ പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. റൂട്ട് ഇടാൻ മറക്കരുത്, പ്രത്യേകം പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യം, എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്, വാട്ട് ഈസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ആൻഡ് സെഡ് കോർഡിനേറ്റ്? എക്സ് ആക്സിസിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് എന്ന് മാത്രമല്ലേ ഉള്ളത്, അപ്പോൾ ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പോൾ വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞത്? 0 ആണെന്നല്ലേ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ, എക്സ് ആക്സിസിലുള്ള സാധനത്തിൻ്റെ എക്സ് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, വൈയും സെഡും 0 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വൈ ആക്സിസിലാണെങ്കിലോ എക്സും 0 ആയിരിക്കും, സെഡും 0 ആയിരിക്കും. അപ്പോൾ ഇനി ഇവിടെ ആരാന്നാ പറഞ്ഞത്? എക്സ് ആക്സിസിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്താ? 0. സെഡിൻ്റെ വാല്യൂ എന്താ? 0. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ മക്കളെ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ പോയിന്റ് ഓൺ എക്സ് വൈ പ്ലെയിൻ. എവിടെയെന്നാണ് പറഞ്ഞത്? എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാല്യൂ ഇല്ലാത്ത ആരായിരിക്കും? എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ ആരാ? സെഡ്. സെഡിൻ്റെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. സിമ്പിൾ അല്ലേ പരിപാടി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം ദ ഒക്ടൻറ്റ് ഇൻ വിച്ച് ദ ഫോളോയിങ് പോയിന്റ് ലൈ. ഇങ്ങനെ
ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എത്ര ഉള്ളത്? 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 7 ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ചിലപ്പോൾ 2 1 3 എത്ര ആയിരിക്കും ചോദിക്കുക. 8 ഒന്നും എന്തായാലും 7 എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയാടാ, എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്, സെഡും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് ഒക്ടൻ്റ് ആയിരിക്കും? ഫസ്റ്റ് ഒക്ടൻ്റ് ആയിരിക്കും. ഇനി ഇവിടുത്തെ കേസ് നോക്കിയേ, 4 എക്സ് പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്, ആര് മാത്രമാണ് നെഗറ്റീവ്? സെഡ് മാത്രമാണ് നെഗറ്റീവ്. അപ്പോൾ ഏതായിരിക്കും ഒക്ടൻ്റ്? സോറി, സെഡ് അല്ല. ആരാണ് നെഗറ്റീവ്? വൈ ആണ് നെഗറ്റീവ്. എക്സും പോസിറ്റീവാണ്, അതേപോലെ ആരും പോസിറ്റീവാണ്, സെഡും പോസിറ്റീവാണ്. ആരാണ് നെഗറ്റീവ് ഇവിടെ? വൈ മാത്രമാണ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഒക്ടൻ്റ്? ഫോർത്ത് ഒക്ടൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയേ, ഫസ്റ്റത്തെ പോസിറ്റീവ്, ബാക്കിയുള്ള 2 പേരും നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ ടേബിൾ എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റത്തെ എക്സ് പോസിറ്റീവ്, ബാക്കി 2 പേരും നെഗറ്റീവ്. അങ്ങനെയല്ല വന്നിട്ടുണ്ടായിരുന്നത്. എക്സ് പോസിറ്റീവ്, ബാക്കി 2 പേരും നെഗറ്റീവ്. ഇയാളല്ലേ അത്? എക്സ് പോസിറ്റീവ്, ബാക്കി 2 പേരും നെഗറ്റീവ്. ഏതാ ഒക്ടൻ്റ്? 8th ഒക്ടൻ്റ് ആണ്. എത്രാമത്തെ ഒക്ടൻ്റ് ആണ്? 8ാമത്തെ ഒക്ടൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, 8th ഒക്ടൻ്റ് അല്ലേ? അപ്പോൾ ആ ടേബിൾ അറിയുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏത് സാധനവും കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം എങ്ങനെയായിരുന്നു? എക്സിൻ്റെ ആദ്യം പോസിറ്റീവ്, പിന്നെ 2 നെഗറ്റീവ്, 2 പോസിറ്റീവ്, 2 നെഗറ്റീവ്, പോസിറ്റീവ്. ഇനി വൈ ആക്സിസിൻ്റെ കേസിലോ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. പിന്നെയോ പോസിറ്റീവ് 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 നെഗറ്റീവ് 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 നെഗറ്റീവ്. ഇങ്ങനെയല്ലേ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അതായത് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് ഇതിൽ ഏതാണുള്ളത് നോക്കിയേ. ഇതാണ് ആ കാണുന്ന സാധനം. ഇയാൾ എത്രാമത്തെ? 1 2 3 4 5, 5ാമത്തെ ഒക്ടൻ്റ് ആണ്. അടുത്തതോ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇതാണ് ആൾ. എത്രാമത്തെ ഒക്ടൻ്റാ? 6ാമത്തെ ഒക്ടൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്, 2ാമത്തെ ഒക്ടൻ്റ്. അടുത്തതോ ഫുള്ള് നെഗറ്റീവ് ആയിട്ട് വരുന്നത് എത്രാമത്തെ ഒക്ടൻ്റാ? 7th ഒക്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ പരീക്ഷയ്ക്ക് ആൻസർ പേപ്പറിലാണ് എഴുതി വെച്ചാൽ മതി. ആൻസർ പേപ്പറിൽ എഴുതണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചോ. എന്നിട്ട് അത് നോക്കിയിട്ടാണ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി പെട്ടെന്ന് തീരും. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. 2 കോർഡിനേറ്റിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചോദ്യത്തിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരുന്നു. സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 - z2 ഹോൾ സ്ക്വയർ ആണ്. ഇക്വേഷൻ 2 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു നോക്കിക്കേ. സോ ഇയാളാണ് നമ്മളുടെ x1 എന്ന് പറയുന്നത്. ഇയാളെ നമ്മൾ എന്ത് പേര് പറയും? y1. ഇയാൾ ആരാണ്? z1. ഇയാളാണ് x2, ഇയാൾ y2, ഇയാൾ ആരാടാ? z2. നമ്മൾ നേരെ എടുത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തു. x1 - x2 അതായത് 2 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 4 + 0 + 16. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ √20 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ 20നെ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും? 4 × 5 എന്ന് എഴുതി കൊടുക്കാമല്ലോ. 4 × 5 എന്ന് പറയുന്നത് 20 തന്നെയല്ലേ? അതിൽ 4ന് റൂട്ട് ഉണ്ടല്ലോ. 4ൻ്റെ റൂട്ട് എത്രയാ? 2. √5 എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഷോ ദാറ്റ് ദ പോയിന്റ് എ ബി സി, 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആർ ദ വെർട്ടീസസ് ഓഫ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിളാണ് പറഞ്ഞത്? ഐസോസെൽസ് ട്രയാങ്കിളാണ് പറഞ്ഞത്. എന്താണ് ഐസോസെൽസ് ട്രയാങ്കിളുടെ പ്രത്യേകത? ഐസോസെൽസ് ട്രയാങ്കിളുടെ പ്രത്യേകത ഇതാണ്, 2 സൈഡ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ AC-ൻ്റെ ലെങ്ത്തും BC-ൻ്റെ ലെങ്ത്തും AB-ൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും 2 ലെങ്ത്ത് സെയിം ആണോ നമുക്ക് എന്ത് പേര് പറയാം? ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? 2 സൈഡിൻ്റെ ലെങ്ത്ത് സെയിം ആണെങ്കിൽ ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിച്ചു? AB-ൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചു. ഇക്വേഷൻ എന്താണ്? x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് നമ്മൾ നേരെ ഇക്വേഷൻസിൽ വാല്യൂസ് ഇട്ട് കൊടുത്തു. 0 - എന്ത് കൊടുത്തു? 0 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 7 - 6 ഹോൾ സ്ക്വയർ പ്ലസ് -10 -6. ഓൾറെഡി ഒരു മൈനസ് ഈ മൈനസ് ആണ്. പിന്നെ രണ്ടാമത്തെ മൈനസ് എന്ന് പറയുന്നത് -6ൻ്റെ മൈനസ് ആണ്. അങ്ങനെ അത് പ്ലസ് ആയിട്ട് മാറും. -10 + 6 എന്നായിട്ട് മാറും. അങ്ങനെ നമുക്ക് അവിടെ എന്ത് കിട്ടും? -4 എന്നായിരിക്കും ആൻസർ കിട്ടുക. -4ൻ്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 16 എന്ന ആൻസർ കിട്ടും. ഇവിടെ രണ്ടും എന്ത് 1 ആയിരിക്കും. സോ ആൻസർ എന്ത് കിട്ടി? √18 എന്ന് നമുക്ക് അവിടെ ആൻസർ കിട്ടി. ആരുടെ ലെങ്ത് ആണ്? AB-ൻ്റെ ലെങ്ത്ത് നമുക്ക് എന്ത് കിട്ടി? √18 എന്ന ആൻസർ കിട്ടി. അതേപോലെ നമ്മൾ ആരുടെ ലെങ്ത്തും കൂടെ കണ്ടുപിടിക്കാൻ പോവാണ്? BC-ൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പോവാണ്. BC-ൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് അങ്ങനെ എന്ത് കിട്ടി? 1 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 9 ഹോൾ സ്ക്വയർ പ്ലസ് -6 - -6 ഹോൾ സ്ക്വയർ. അങ്ങനെ ചെയ്ത് വന്ന സമയത്ത് നമുക്ക് അവിടെയും എന്ത് കിട്ടി? √18 എന്ന ആൻസർ കിട്ടി. എന്താണ് കിട്ടിയത്? √18 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ √18 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉറപ്പിക്കാനായിട്ട് പറ്റൂടാ? എന്ത് ഉറപ്പിക്കാനായിട്ട് പറ്റും? 2 സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആയില്ലേ?
രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത് സെയിം ആയോ ഇല്ലേ? ഇവിടെയും √18 ആണ് കിട്ടിയത്, ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്? √18 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡ് സെയിം ആയ സ്ഥിതിക്ക് ഇനി മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നേരെ എഴുതി കൊടുത്തു ദസ് എ ബി ഈക്വൽ ടു ബി സി, ഹെൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. സോ ഐസോസെൽസ് ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ ബി സി, 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അവർ കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ അതെന്ന്. എന്താണ് ഈ കൊളീനിയർ എന്ന് പറഞ്ഞാൽ? ഒറ്റ ലൈന്, നമ്മളൊരു ലൈൻ എടുത്തു, ആ ലൈനിലുള്ള പോയിന്റ്സ് ആണ് ഈ പറയപ്പെട്ട 3 പേരും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഈ 3 പേരും ഈ പോയിന്റിലുള്ളതാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ എ ബി സി, ഈ എ ബിൻ്റെ ഈ ഡിസ്റ്റൻസും അതുപോലെ ബി സിൻ്റെ ഈ ഡിസ്റ്റൻസും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എ സിൻ്റെ ഡിസ്റ്റൻസ് കിട്ടണ്ടേ? ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ മാതിരി ഏതെങ്കിലും 2 ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ആൻസർക്ക് എത്തുന്ന ആരും പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട. 3 എണ്ണത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? എ ബി കണ്ടുപിടിക്കണം, എ സിയും കണ്ടുപിടിക്കണം, അതുപോലെ ബി സിയും കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് ഇക്വേഷനിൽ നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത സമയത്ത് √14 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നേരെ എന്തൊക്കെയായിരുന്നു? -2 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 3 ഹോൾ സ്ക്വയർ. നമ്മൾ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്താണ് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? √14 എന്ന് കിട്ടി. നിങ്ങളിത് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണേടാ മക്കളെ. സോ √14 എന്ന് അവിടെ ആൻസർ കിട്ടി. ഇനി നമ്മൾ നേരെ ബി സിയുടെ ലെങ്ത് എടുത്തു. ബി സിയുടെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് 1 - 7 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 3 - -1 ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? √56 എന്ന് കിട്ടി. ഈ √56 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. √56 ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം റൂട്ടുള്ള നമ്പേഴ്സ് കൂട്ടിയാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ √56 ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എ സിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് √126 ആണ്. ഈ √14ഉം √56ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് √126 ആണ് കിട്ടുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ മാത്രമുള്ള ആലോചന നമുക്ക് ചിന്തിച്ചാണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 56നെ ഈ 14ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നൊന്ന് ജസ്റ്റ് നോക്കുക. ഏറ്റവും ചെറുത് 14 കിട്ടിയത്, 14ൻ്റെ മൾട്ടിപ്പിൾ ആണോ 56 നോക്കുക. അങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ത്? 56 4 × 14 ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണ്? 4 × 14 ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. √14 അതുപോലെ തന്നെ 2 കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ ഇവിടെ 126 അല്ലായിരുന്നോ? ഈ 126ഉം അതുപോലെ തന്നെ നോക്കി 14ൻ്റെ മൾട്ടിപ്പിൾ ആണോ. അങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? √126 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 9 × √14 ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 9ൻ്റെ റൂട്ട് എത്രയാ? 9ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3√14 എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും വലുതാരാ? √14 ആണോ? 2√14 ആണോ? 3√14 ആണോ? 3√14 അല്ലേ ഏറ്റവും വലുത്. സോ ബാക്കിയുള്ള 2 പേരും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ √14ഉം 2√14ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 3√14 കിട്ടൂലേ? കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടലുണ്ടാവില്ല. കാരണം നമുക്കറിയില്ല √14ഉം √14ഉം അതുപോലെ √56ഉം കൂട്ടാൻ നമുക്കറിയില്ല. അത് കൂട്ടിയാൽ √126 ആണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി ഇങ്ങനെ ചെയ്തു കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം കൂട്ടത്തിൽ ഏറ്റവും ചെറിയവൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ബാക്കിയുള്ളത്. അങ്ങനെയുള്ള ക്വസ്റ്റിനെ നിങ്ങൾക്ക് തരുള്ളൂ. സോ നമ്മൾ നേരെ എഴുതി കൊടുത്തു. എ ബിൻ്റെ ലെങ്ത് ഉണ്ട്, ബി സിൻ്റെ ലെങ്ത് ഉണ്ട്, എ സിൻ്റെ ലെങ്ത് ഉണ്ട്. ഇവിടെ എ ബിയും അതുപോലെ ബി സിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എ സി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ കൊളീനിയർ ആണെന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. ഇൻ വിച്ച് പ്ലെയിൻ ദ ബി ലൈസ്? ബി എന്ന് പറയുന്ന ഈ പോയിന്റ് ഏത് പ്ലെയിനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്ലെയിനിലാണ് ഉണ്ടാവുക? ഇതാരാ? സെഡ് ആക്സിസ്. ഇതേതാ ആക്സിസ്? എക്സ് ആക്സിസ്. ഇതിൽ നല്ല ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കുന്നത്, ഇങ്ങനെ ഒരു ചതുരം കിടക്കുന്നത്. അപ്പോൾ ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? സെഡ് എക്സ്. ഏത് പ്ലെയിനിലാടാ? XZ പ്ലെയിനിലാണ് അവർ കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ 2 തലയും ചെന്ന് മുട്ടുന്നത് എവിടെയെന്ന് നോക്കിയാൽ മതി. ആരൊക്കെയാ? YZ പ്ലെയിനിൽ. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത് ഏത് പ്ലെയിനിലാണാടാ? ഏത് പ്ലെയിനിലാണ്? XY പ്ലെയിനിലാണ് കിടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ മക്കളെ. ഇ എന്ന് പറയുന്ന പോയിന്റ് ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? അത് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അയാൾ Y ആക്സിസ് എന്ന് പറയുന്ന ആക്സിസുമലാണ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയേ, നമുക്കിവിടെ എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 4 3.
അതായത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞത്? എത്രയാടാ? 2 ആണ്. വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? 4 ആണ്. സെഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഞാനിവിടെ നോക്കിയേ, ഈ ലെങ്ത്തും സെയിം ആവുമല്ലേ? ആവുമല്ലോ. ഈ ലെങ്ത്തും ഒക്കെ സെയിം ആവുമല്ലോ, ഉറപ്പല്ലേ? ആ ലെങ്ത്തിനെയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ആ എക്സ് എത്രയാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്? 2. അപ്പോൾ ഇയാൾ 2 ആണ്, ഇയാളും 2 ആണ്, ഇയാളും 2 ആണ്, ഇയാളും 2 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് എക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ചതുരം എങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഇവിടെ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ആ 2 തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? സോ എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് സ്ക്രീനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇയാളെയാണല്ലോ എക്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് 2 സെൻറ്റിമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞത്. അതേ ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഇതും വരുന്നത്. അതെല്ലാം അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? 2 ആണ് അതിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അടുത്തത് വൈ എത്രയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്? 4. വൈ എത്രയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്? 4 ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അത് തന്നെയല്ലേ ഈ ഡിസ്റ്റൻസും വരുന്നത്? അല്ലേടാ മക്കളെ? അപ്പോൾ നോക്കിയടാ, വൈൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് 4 ആണ്. അപ്പോൾ ഇയാളും എന്ത് ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. അപ്പോൾ ഇയാളും എന്ത് ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. ഇയാളും എന്ത് ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവരും 4 ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി സെഡ് എത്രയാണെന്നാണ് പറഞ്ഞത്? 3. സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ളതിനെയാണ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു. എത്രയാണ്? 3. ഇത് 3 ആണ്, ഇതും 3 ആണ്, ഇതും 3 ആണ്, ഇയാളും 3 ആണ്. ഈ 4 എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് ആരുടെ പോയിൻ്റ് കോർഡിനേറ്റാണ് ചോദിച്ചിട്ടുള്ളത്? ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ഫസ്റ്റ് വൺ എക്സ് ആക്സിസ് ആണ് ആദ്യം എഴുതി കൊടുക്കേണ്ടത് അല്ലേ? ആദ്യം എക്സ് അല്ലേ എഴുതി കൊടുക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കിയടാ, ആദ്യം എക്സ് ആണ് എഴുതി കൊടുക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഇങ്ങനെയുള്ള എക്സിൻ്റെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണടാ ഇതിൽ കൊടുത്തിട്ടുള്ളത്? 2 ആണ്. സോ 2 അതുപോലെ തന്നെ എഴുതി കൊടുത്തു. ഇനിയോ വൈൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിസ്റ്റൻസ് ആടാ? വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസാണ്. അങ്ങനത്തെ അങ്ങോട്ട് ഇയാൾ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇയാൾ എവിടെയാണ് കിടക്കുന്നത്? എക്സ് സെഡ് പ്ലെയിനിലാണ് കിടക്കുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? എക്സ് സെഡ് പ്ലെയിനിലാണ് കിടക്കുന്നത്. എക്സ് സെഡ് പ്ലെയിനിൽ കിടക്കുന്ന ഒരാളുടെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെഡിയല്ലേ? അപ്പം ഞാൻ നോക്കിയാടാ, ഇനി സെഡിൻ്റെ ആണ് ചോദ്യം. സെഡ് എന്ന് പറഞ്ഞാൽ താഴേന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ്. മുകളിലേക്ക് എത്ര അവിടെ ഡിസ്റ്റൻസ് ഉള്ളത്? 3 ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 203 എന്ന ആൻസർ കിട്ടി. ഇനി നമ്മോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നേരെ നമ്മൾ എ ബി ഇട്ട് കൊടുത്തു. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഇക്വേഷൻ? x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 - z2 ഹോൾ സ്ക്വയർ. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 4 യൂണിറ്റ് എന്ന ആൻസർ കിട്ടി. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സെൻറ്റിമീറ്റർ മീറ്റർ എന്ന് എഴുതി വെക്കാൻ നിൽക്കരുത്. എന്താണ് യൂണിറ്റ് എഴുതി കൊടുക്കേണ്ടത്? ജസ്റ്റ് യൂണിറ്റ് എന്ന് എഴുതിയാൽ മതിയോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 1, 2, -3 ഫ്രം. ഇവരുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എവിടുന്ന്? ഫസ്റ്റ് വൺ XY പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ്. XY പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ആരാ അതിൽ ഇല്ലാത്തത്? സെഡ് അല്ലേ ഇല്ലാത്തത്. അപ്പോൾ ഇതിത്തെ സെഡ് കോർഡിനേറ്റ് എടുത്താണ് എഴുതി കൊടുത്താൽ മതി. പക്ഷേ സെഡ് കോർഡിനേറ്റ് എടുത്ത് അതുപോലെ എഴുതി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെഡ് കോർഡിനേറ്റിൽ എന്താ ഉള്ളത്? -3 ആണുള്ളത്. -3 കൊണ്ട് എഴുതി വെക്കാൻ നിൽക്കരുത്. കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും ആര് വരില്ല? മൈനസ് വരില്ല. സോ നമ്മൾ നേരെ എന്ത് എഴുതി കൊടുത്തു? 3 എന്ന് എഴുതി കൊടുത്തു. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് YZ പ്ലെയിൻ എന്നാ. ഇതിലാരാ ഇല്ലാത്തത്? എക്സ് അതിൽ എത്രയുള്ളത്? 1. ആ 1 അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? XZ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. XZ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ എക്സ് ഉണ്ട്, സെഡ് ഉണ്ട്, ആരില്ല, വൈ ഇല്ല. സോ നേരെ എടുത്തു 2 എഴുതി കൊടുത്തു. പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? സോ നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 5/3 22/3 -22/3 ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ PQR വിത്ത് വെർട്ടീസസ് A7 -10. അതുപോലെ ഒരു 3 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് എന്ത് പറഞ്ഞു? പോയിന്റ്സിൽ ഫസ്റ്റത്തെ വെർട്ടീസസ് PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് A7 -10, അതേപോലെ 1 2B -6 4 9 3C ഇങ്ങനെയൊക്കെയാണ് വെർട്ടീസസ് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ. സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്.
എന്തായിരുന്നു ഇക്വേഷൻ കൂലങ്കഷമായി പഠിക്കാനൊന്നുമില്ല. x1 + x2 + x3 / 3, y1 + y2 + y3 / 3, z1 + z2 + z3 / 3 ഇത്രയുള്ള പരിപാടി. അത് എന്താണ് 5/3, 22/3, -22/3. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? x1 + x2 + x3 / 3 എന്ന് പറയുന്നത് എന്താണ്? 5/3 ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അതിൽ x1ഉം x2ഉം x3 ഇവിടെ ഏതൊക്കെയാണ് x1 x2 x3 എന്ന് പറയുന്നത്? 1 a പിന്നെ 1 പിന്നെ 4. അപ്പോൾ a + 1 + 4 / 3 = 5/3 നമ്മൾ എഴുതി കൊടുത്തു. അത് നമ്മൾ ഇക്വേഷൻ നേരെ ചെറുതാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 1ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് 5 ആക്കി. ഈ 3നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഈ 3യും ക്യാൻസൽ ആയി പോയി. അങ്ങനെ a + 5 = 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 അങ്ങോട്ട് പോയാൽ 0 ആയിട്ട് മാറും, -5 ആയിട്ട് മാറൂല്ലേ? അപ്പോൾ നമുക്ക് ആരുടെ വാല്യൂ കിട്ടി? എൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇയാൾക്ക് ഈക്വൽ ആയിരിക്കും. അതല്ലേ y കോർഡിനേറ്റ്. സോ 7 നമ്മൾ നേരെ എടുത്തു y1 7, ഇവിടെ 2b ആണ്, ഇവിടെ വരുന്നത് 9 ആണ്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 22/3 എന്ന ആൻസർ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുന്ന് തന്നെ വെട്ടിക്കളയാം. അങ്ങനെ കൊണ്ടുപോയിട്ട് വെട്ടേണ്ട ആവശ്യം ബുദ്ധിമുട്ടൊന്നുമില്ല, നേരെ വെട്ടിക്കളയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക? 7ഉം 9ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 2b + 16 = 22 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നേരെ നമ്മൾ 16 നേരെ അപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചു. സോ 2b = 22 - 16 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ വെട്ടി ചെറുതാക്കി അവസാനം നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരെ സീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സീനെ കണ്ടുപിടിക്കാൻ ഇതാണ് എന്തിന് ഈക്വൽ ആയിട്ടുള്ളത്? സിക്ക് ഈക്വൽ ആയിട്ടുള്ളത്. സോ z1 -10 ആണ്, z2 എന്ന് പറയുന്നത് -6 ആണ്, z3 എന്ന് പറയുന്നത് 3c ആണ്. എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ -16 കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ 3യും വെട്ടാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതല്ല 3 അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെട്ടാനാണെങ്കിൽ അങ്ങനെ വെട്ടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -16 + 3c = -22 എന്ന് കിട്ടും. ഈ 16 അങ്ങോട്ടേ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് -6 എന്നായിരിക്കും. സോ -22 ഓൾറെഡി ഇവിടെ ഉണ്ട്, -16 അങ്ങോട്ട് പോകുന്ന സമയത്ത് +16 ആവും. അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -6 എന്ന ആൻസർ കിട്ടും. സോ c = -6 / 3, ദാറ്റ് വിൽ ബി -2. അപ്പോൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടിയല്ലോ. ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ അവസാനം കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവിടെ താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് എടുത്ത് എഴുതി കൊടുക്കുക. എന്തിനാണ്? നമ്മളിത് പേപ്പറിൽ എഴുതുന്ന സമയത്ത് ഇതെല്ലാം കൂടെ തപ്പാൻ ടീച്ചർക്ക് ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും അവസാനത്തിലൊന്ന് എഴുതി കൊടുത്താൽ അത് ഏറ്റവും നന്നാവും. മക്കളെ, പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വെർട്ടീസസ് തന്നിട്ട് അത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണോ അല്ലേ എന്നുള്ളത്, ഇക്വലേറ്ററൽ അല്ല, ഐസോസെൽസ് ട്രയാങ്കിൾ ആണോ അല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള ആളുകളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. എന്താ ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ പേര് ABC ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് കണ്ടെത്തുക? AB കാണുക, BC കാണുക, അതുപോലെ AC കാണുക. 3 സെയിം ആണോ? അയാൾ എന്താണ്? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അല്ലെങ്കിലോ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ABC ഈസ് എ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ 99.9% അയാൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചെയ്തത് തെറ്റാണ്. വായിച്ചെങ്കിൽ ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ 3 സൈഡും കണ്ടെത്തുക. ഫസ്റ്റ് കണ്ടെത്തുന്ന 2 സൈഡും സെയിം ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിർത്താം. മൂന്നാമത്തെ കാണാൻ പോകേണ്ട ആവശ്യം നിർബന്ധം ഇല്ല. ഇനി അടുത്തതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് a² + b² എന്താണ്? h² ആണ്. പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ. മലയാളം മീഡിയക്കാർക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. സോ ഇതിൽ നമ്മൾ 3 സൈഡ്സാണ് കണ്ടെത്തുക. എന്നിട്ട് അതിൽ കൂട്ടത്തിൽ ചെറിയ 2 സൈഡ് ഉണ്ടാവുമല്ലോ, ആ 2 സൈഡിൻ്റെയും പവേഴ്സ് തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ സൈഡിൻ്റെ പവറിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്തൊക്കെയാണ് കിട്ടിയത്? ഒരു ഡിസ്റ്റൻസ് കിട്ടി, ഒന്നിൻ്റെ ഡിസ്റ്റൻസ് 4ഉം കിട്ടി, മറ്റേൻ്റെ ഡിസ്റ്റൻസ് 9ഉം കിട്ടി. ഒന്നിൻ്റെ ഡിസ്റ്റൻസ് 3 കിട്ടി, മറ്റേൻ്റെ ഡിസ്റ്റൻസ് 4ഉം കിട്ടി, വേറൊരു 5ഉം കിട്ടി. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ 2 പേരുടെ പവറുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 2 പേരുടെയും പവർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം? മൂന്നാമത്തെ ആളുടെ പവർ കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് റെക്റ്റാങ്കിൾ. എന്താ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത? റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, 4 ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിരിക്കും. ഇനി അതല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ഡയഗണൽസ് സെയിം ആയിരിക്കും. എന്ത് സെയിം ആയിരിക്കും? ഡയഗണൽസ് ആരത് സെയിം ആയിരിക്കും? റെക്റ്റാങ്കിളിൻ്റെ സെയിം ആയിരിക്കും. പക്ഷേ പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് സെയിം ആവൂല.
അപ്പോൾ നിങ്ങളോട് റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും, അപ്പോൾ റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ആ സെയിം പരിപാടി തന്നെയാണ് എവിടെയും വരുന്നത്, പാരലോഗ്രാമിൽ വരുന്നത്. പാരലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ് രണ്ടെണ്ണം സെയിം ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയി എന്ന് കരുതിയിട്ട് റെക്റ്റാങ്കിൾ ആവണം നിർബന്ധമില്ല. അപ്പോൾ റെക്റ്റാങ്കിൾ ആവണം നിർബന്ധം ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, വെർട്ടീസസ് എന്തായിരിക്കണം, സെയിം, വെർട്ടീസസ് അല്ല, ഡയഗണൽസ് സെയിം ആയിരിക്കണം. അപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ AB അല്ല കാണേണ്ടത്, AC യും അതുപോലെ BD ആണ് കാണേണ്ടത്. രണ്ടും സെയിം ആണോ, റെക്റ്റാങ്കിൾ ആണ്. ഇനി നേരെ മറിച്ച് പാരലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലോ, പാരലോഗ്രാമിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മിഡ് പോയിന്റ് ഉണ്ടല്ലോ, ഏതിൻ്റെ, ഡയഗണൽസിൻ്റെ മിഡ് പോയിന്റ്. ആദ്യം ഈ ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് കാണുക, അതേപോലെ ഈ ഡയഗണലിൻ്റെ മിഡ് പോയിന്റും കാണുക. രണ്ട് പേരുടെയും മിഡ് പോയിന്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം. ഇപ്പോൾ ABCD എന്നാണ് ഇയാളുടെ പേര് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം, AC-ൻ്റെ മിഡ് പോയിന്റും കാണാം, BD-ൻ്റെ മിഡ് പോയിന്റ് കാണാം. രണ്ട് പേരുടെയും മിഡ് പോയിന്റ് സെയിം ആണോ, നമുക്ക് എന്തുറപ്പിക്കാം, പാരലോഗ്രാം ആണെന്ന് ഉറപ്പിക്കാം. സോ നമ്മൾ ചാപ്റ്റർ നിർത്തുന്നു. നിങ്ങൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും പറയാണ്, ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റക്കൊന്ന് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കണം. സമയം ഉണ്ടെങ്കിൽ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യണം. സോ നിർത്തുന്നു. താങ്ക് യു.